നമ്മൾ ചില പേരുകാരെ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ രാഷ്ട്രമാതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്കണോമിക്സ്, ഫാദർ ഓഫ് സയൻസ്, ഫാദർ ഓഫ് ഫിസിക്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയിൽ നടന്ന ഏറ്റവും മനോഹരമായ, ചലനാത്മകമായ, ചടുലമായ, ആഹ്ലാദനിർഭരമായ, ആശ്ചര്യപൂർണമായ, അത്ഭുതാവഹമായ ആ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിയാൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ അമ്മയുടെ മാതാവ് എന്ന് വിളിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ നവോത്ഥാന മാതാവ് എന്നൊക്കെ പറയാൻ കഴിയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ശ്വേതാമേനോനൊന്നുമല്ല. അത് സാക്ഷാൽ ലക്ഷ്മിപ്രിയാണ്. എന്ന് വെച്ചാൽ നല്ല മനോഹരമായ ഒരു തണ്ണിമത്തങ്ങയെ സങ്കല്പിക്കുക. ആ തണ്ണിമത്തങ്ങ ഇങ്ങനെ മനോഹരമായിട്ടിരിക്കുന്നു. അതിനകത്ത് ചെറിയ ചെറിയ പാടുകളോ എന്തെങ്കിലും സ്ക്രാച്ചസോ ഒക്കെ ഉണ്ടാവും. എന്നാൽ അതൊരു നിമിഷം കൊണ്ട് അത് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുന്നു. അപ്പം നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഓഹ്, തണ്ണിമത്തങ്ങ ഉയർന്നേ 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 എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത് ചക്കപ്പൊത്തോ എന്നും പറഞ്ഞ് നിലത്തൊരടി അടിക്കുന്നത്, പ്ലിങ് എന്നും പറഞ്ഞിട്ട്. അത് അടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല മുട്ട ഒരു ഗ്ലാസ് പ്രതലത്തിലൊന്ന് എറിഞ്ഞിട്ട് നോക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക. ഇനി അത് വടിച്ചെടുത്ത് നല്ല മുട്ടയാക്കി ചുട്ടെടുത്ത് പൊരിച്ച് തിന്നുന്നൊരവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി ആ എറിഞ്ഞ ആളിനെയാണ് നമ്മൾ സാധാരണ റീസ്ട്രക്ചർ ചെയ്യുന്ന, റീമോൾഡ് ചെയ്യുന്ന, അതിനുവേണ്ടി അതിൻ്റെ നെട്ടും ബോൾട്ടും എല്ലാം ഊരിയെടുത്ത മഹതിയായ ഒരു പ്രതിഭയാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി. ലക്ഷ്മിപ്രിയ ചേച്ചി ഇറങ്ങിയതോടുകൂടിയാണ് ആർക്കും ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിലെ പദവികളോട് പോലും താല്പര്യമില്ലാതായത് എന്നാണ് കേൾക്കുന്നത്. മറ്റേത് അമ്മയിലെ മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ ഇടവേള ബാബു എന്നൊക്കെ പറയുന്നവർ നയിക്കുന്ന, സിദ്ദീഖ് എന്നൊക്കെ പറഞ്ഞ് നയിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ലക്ഷ്മിപ്രിയയെ പോലുള്ളവർ ഇരച്ചു കയറിയത്. പറയുന്നത് എന്താണെന്നോ പറയേണ്ടത് എന്താണെന്നോ ഈ പറയേണ്ടടുത്താണോ പറയേണ്ടത് എന്ന് പോലും അറിയാതെ നമുക്ക് എത്രയോ ഇതിനേക്കാൾ ഈ പല സഹോദരിമാരും ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ്. നമ്മൾ ചിലപ്പോൾ അരങ്ങത്തൊന്നും കാണാതെ അണിയറയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ എത്രയോ ഭേദമാണ് എന്ന് തോന്നിപ്പോകുന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷ്മിപ്രിയ ശ്വേതാമേനോൻ രാജിവെച്ച് ശ്വേതാമേനോൻ്റെ വഴിക്ക് അങ്ങ് പോയി. ലക്ഷ്മിപ്രിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കേട്ടു, BJPയോട് മാത്രം ഐത്തം എന്തിന്, വേദനയോടെ ശ്വേത രാജിവെച്ചിറങ്ങാൻ കാരണം ആ ആരോപണം. BJPയോട് മാത്രം എന്തിനാണ് ഐത്തം എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ലക്ഷ്മിപ്രിയെ, അവരോട് ഐത്തം ഉള്ളതുകൊണ്ടാണ് അവർ രാജ്യം ഭരിക്കുന്നതും അവരുടെ MLAമാരിരിക്കുന്നതും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും എല്ലാം. പക്ഷേ വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ അവനവൻ്റെ ലാഭത്തിന് വേണ്ടി ചില ന്യായങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ ന്യായങ്ങൾ കൂടെ നിൽക്കുന്നവരെല്ലാം തൊണ്ട തൊടാതങ്ങ് വിഴുങ്ങുമെന്നും അതിനെയൊക്കെ വർഗീയതയുടെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കാമെന്നും വിചാരിക്കുന്നത് എത്രയോ മോശക്കരമാണ്. ഈ സിനിമാ താരങ്ങൾ എന്ന് പറയുന്നവർ തന്നെ അവരുടെ അഭിനയ മികവ് കൊണ്ട് ഒരർത്ഥത്തിൽ കാണുന്ന കാണികളെ കബളിപ്പിച്ച് അവരുടെ വികാരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അഭിനയകലയാണ്. അപ്പോൾ അങ്ങനെ ഒരാളിനെ കബളിപ്പിക്കണമെങ്കിൽ ആ കബളിപ്പിക്കപ്പെടുന്ന ആളിൻ്റെ മനഃശാസ്ത്രം മുഴുവൻ നന്നായി പഠിക്കണം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഓരോ നടനും ഒരു നല്ല മനഃശാസ്ത്രജ്ഞനാണ്. ആ മനഃശാസ്ത്രം അറിയുന്നവരാണ് നല്ല അഭിനേതാക്കളാവുന്നത്. ജനം ഏത് ഭാവത്തിൽ കരയും എന്നുള്ളത് അത് അഭിനയിക്കുന്ന നടനും സംവിധാനം ചെയ്യുന്ന ആളും പിന്നെ ആ സെറ്റിലുള്ളവരും എല്ലാവരും കൂടി തീരുമാനിച്ച് അത് നന്നായി ആ കാണുന്ന കാണി കരയുക എന്ന് പറഞ്ഞാൽ നന്നായി അയാളെ വളരെ തന്ത്രപരമായി കബളിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ആ അഭിനയിക്കുന്ന ആളിൻ്റെ വികാരം ആ നിമിഷത്തിനപ്പുറം അതിനായുസില്ലല്ലോ. പിന്നെ അത് തുടച്ചിട്ട് വളരെ കൂളായി കാര്യം പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അത് ചേർത്ത് വെക്കുന്നതാണെന്ന് പോലും മറന്നു പോകുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ ചിന്തകളെ ആ കബളിപ്പിക്കപ്പെടുന്ന ഒരു ഭാവമുണ്ട്. കബളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സെൻസിലല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രമേൽ ആഴത്തിലുള്ള മനഃശാസ്ത്രമുള്ളവരാണ് നല്ല നടന്മാരാവുന്നത്. അങ്ങനെ അല്ലാത്തവരാണ് ഇതുപോലെ പൊളിഞ്ഞ് കള്ളി പുറത്താവുന്നത്. അപ്പോൾ അവിടെ അഭ്യാസം എടുക്കുമ്പോൾ അവിടെ മമ്മൂട്ടി, മോഹൻലാൽ ഏത് പാർട്ടിയാണെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടെ, എല്ലാ പാർട്ടിയിലും ഉണ്ട്. മമ്മൂട്ടിയാണെങ്കിൽ ഇന്നലെ എന്താ പറയുന്നത്, നരേന്ദ്രമോദിയോടൊപ്പം പോയി നിന്ന് മോനും മോളും ഭാര്യയും എല്ലാം ഫോട്ടോ എടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി
ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നു. മോഹൻലാലും അങ്ങനെയാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു, ഇതിന് മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ പുതിയ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ട്. പിന്നെ അതിനിടയിൽ ഈ ഉപജീവനമാർഗ തൊഴിലാളികളും ഈ അഭിനയം ഒരു കലയായോ വരുമാനമായോ കൊണ്ടു നടക്കാൻ കഴിയാത്ത ആളുകളാണ് പിന്നെ അതിനകത്ത് രാഷ്ട്രീയവും ജാതിയും മതവും കൊണ്ടുവന്ന് ഉപജീവനമാർഗം തേടുന്നത്. നല്ല കലാകാരന് ജീവിക്കാൻ അവന് മതമുണ്ടെങ്കിൽ മതം അവൻ്റെ വ്യക്തിപരമായ ഒരു ഫീലിംഗ് മാത്രമാണ്. അതവനെടുത്ത് പുറത്തിടാറില്ല. അല്ലെ, ഒരു തമിഴ് ബാലൻ പണ്ട് പറഞ്ഞതുപോലെ മതം ഒരു ജെട്ടി പോലെയാണ് എന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ അത് അവനവനെ ഉള്ളിലിട്ടേക്കേണ്ട സാധനമാണ്, അതെടുത്ത് പുറത്തിടേണ്ട സാധനമല്ല. ഒരാൾ മറ്റൊരാളിൻ്റെയൊക്കെ എത്തി നോക്കേണ്ട കാര്യമല്ല. അവൻ എന്താ ഇട്ടതെന്ന് നമ്മളറിയേണ്ട കാര്യമില്ല. നമുക്ക് അവൻ ഇട്ടത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറം അഭ്യാസമെടുക്കുകയും അതിനെ ഇതിലേക്ക് വലിച്ചഴിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങളെ തറയിലിറക്കിയേ അടങ്ങൂ എന്ന് പറഞ്ഞ് തറയിലിറക്കിയത്. അതിനി വ്യാഖ്യാനിച്ച് ഇപ്പം തന്നെ പ്രേക്ഷക സമൂഹത്തിന് ബോധ്യമുള്ള സ്വന്തം നിലവാരം ലക്ഷ്മിപ്രിയ മാഡം പുറത്ത് കാണിക്കരുത് എന്നതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന. കാരണം ഒന്നാമത്തെ കാര്യം, ജനങ്ങൾക്കിതൊരു പ്രയോറിറ്റി ഒന്നുമല്ല. ജനങ്ങളിതിനെ കാണുന്നത് നിങ്ങളുടെയൊക്കെ ഈ യഥാർത്ഥ കോലങ്ങളിലുള്ള സംഭാഷണവും ആ രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് തമ്മിലുള്ള അന്തരമുണ്ടല്ലോ. ഈ ചില മാജിക്കുകൾ നടത്തിയിട്ട് പിന്നെ ഒരു മാജിക്കിൻ്റെ ഗുട്ടൻസ് കാണിച്ചു കൊടുക്കുന്നത് പോലെ നിങ്ങളിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പുറത്ത് കാണിക്കുന്നത് നിങ്ങളുടെ ഗുട്ടൻസാണ്. അതുകൊണ്ട് അത് ദയവായി ഒഴിവാക്കുന്നതാണ് നല്ലത്.